വ്യത്യസ്തമായ ചിക്കൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ മലയാളികൾ. അത് കോണ്ടിനെന്റിലായാലും ചൈനീസ് ആയാലും ഇനി ഇന്ത്യൻ റെസിപ്പീസ് ആയാലും എന്ത് തന്നെയാണെങ്കിലും എല്ലാത്തിനെയും ഒരേപോലെ ഇഷ്ടപ്പെടുന്നവരാണ്. ആ ശ്രേണിയിലേക്ക് നമുക്കൊരു പുതിയ അച്ചാർ കൊണ്ടുവന്നാലോ? അതായത് ഉപ്പും മധുരവും പുളിയും എല്ലാം ഒരേപോലെ ബാലൻസ് ചെയ്യുന്ന വ്യത്യസ്തമായ ടേസ്റ്റിലൊരു ഐറ്റം. അങ്ങനെ ഒരു ഐറ്റമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു കുക്ക് ട്രാവൽ ഇറ്റ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ നമ്മുടെ ചിക്കനകത്ത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ ഒരു 2 കിലോ ചിക്കൻ ഇവിടെ അച്ചാറിന്റെ ഭാഗത്തിനായിട്ട് കട്ട് ചെയ്ത് കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യം നമുക്ക് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് കൊടുക്കണം വറുത്തെടുക്കാനായിട്ട്. നമുക്ക് 2 കിലോ ചിക്കനിലേക്ക് ഈ സ്പൂണിൽ ഒരു 4 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല കളർ കിട്ടുമേ. ഒരു 4 സ്പൂൺ ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഈ മുളക് പൊടി നമ്മൾ നോക്കി ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് 4 സ്പൂൺ ചേർക്കുന്നത്. 2 കിലോ ചിക്കനിലേക്കാണ് ഈ പറയുന്നത് കേട്ടോ. നിങ്ങളൊരു സാധാരണ മുളക് പൊടി ഉള്ളെങ്കിലേ നിങ്ങളത് അതിൻ്റെ എരിവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചേർക്കണം, അല്ലെങ്കിൽ നല്ല എരിവായിരിക്കും. നമ്മളിവിടെ 4 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 2 കിലോ ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ് ഈ സ്പൂണിൽ ഒരു 1.5 സ്പൂൺ ഉപ്പ് ചേർക്കണം. 1.5 സ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. അപ്പോൾ നമ്മളതേ ചിക്കനിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇനി നമുക്ക് ഇതൊന്ന് അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് തിരുമ്മി എടുത്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അവനൊരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇത് പൊരിക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടാക്കി എടുക്കുക. നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ വെച്ച് കൊടുക്കുക വറക്കാനുള്ള കേട്ടോ. നമുക്ക് നമ്മുടെ ചിക്കൻ പൊരിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മളൊന്ന് മറിച്ചിട്ടായിരുന്നു. അപ്പോൾ നമുക്കതങ്ങ് കോരിയെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഉള്ളു നല്ല സോഫ്റ്റും പുറം നല്ല മുരുമുരാന്നുമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് നമ്മൾ കോരിയെടുക്കുവാണ്.
നമ്മളിത് അധികം ഹാർഡാക്കി എടുക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അത് തിന്നാനായിട്ടൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇത് ആവശ്യത്തിന് ക്രിസ്പിയാണ്, എന്നാൽ ഉള്ളു നല്ല സോഫ്റ്റാണ്. ആ രീതിക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ബാച്ച് നമ്മൾ ഇടുവാണ്. അപ്പോൾ അതൊന്ന് വറുത്തെടുത്തിട്ട് കാണാം. അപ്പോൾ ഇതേ നമ്മൾ അച്ചാറിനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയത്തെ ഉരുളിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ ആവശ്യത്തിനുള്ള കടുക് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ പൊരിച്ച എണ്ണ തന്നെ എടുത്താണ്, അതാണ് ടേസ്റ്റ് കൂടുതൽ. ബാലൻസ് നമ്മൾ നല്ലെണ്ണ വേറെ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അതേ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആ സാധനം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി അടി പിടിക്കാതെ മുരിച്ചെടുക്കണം. എന്നാലാണ് കുറച്ച് നാളെ സാധനം ഇരിക്കുക. അപ്പോൾ നിങ്ങളെ ഇങ്ങനെയുള്ള അച്ചാറുകൾ കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം സ്കൂൾ അവധിയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന പിള്ളേർ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ, അതുപോലെ ഓണം കൂടാനായിട്ട് വെളിനാടുകളിൽ നിന്ന് പുറത്തുനിന്ന് വന്നിട്ടുള്ള നമ്മുടെ മലയാളി സഹോദരങ്ങൾ, നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ഉണ്ടാവും. അവരൊക്കെ തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെയുള്ള അച്ചാറുകൾ കാര്യങ്ങളൊക്കെ അവർക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അല്ലാതെ കമൻറ്റിലൂടെ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യപ്പെടാം. ഇതിപ്പോൾ നമ്മൾ ദുബായിലേക്ക് എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് ചെയ്തു തരുന്നതാണ്. ഇനി എറണാകുളം ജില്ലയ്ക്ക് പുറത്തുള്ളവരാണെങ്കിൽ നമ്മൾ അവർക്ക് കൊറിയറായിട്ട് ഇത് അയച്ചു കൊടുക്കും ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നാണ് ആവശ്യം അതിനൊരു 3-4 ദിവസം മുമ്പ് വരെ നമ്മളടുത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സംഭവം ചെയ്തു തരുന്നതാണ്. പിന്നെ നമ്മളൊരു പുതിയ സെഗ്മെൻറ്റ് തുടങ്ങുന്നുണ്ട്. അതായത് നമ്മുടെ കേരളത്തിൽ 14 ജില്ലകളുണ്ട്. അവിടെ 14 ജില്ലകളിലും 14 ടൈപ്പ് ഫുഡുകളും അതിൽ വ്യത്യസ്തമായ ഫുഡുകളും അതേപോലെ വ്യത്യസ്തമായ ആചാരങ്ങളുമാണ്. ഈ കല്യാണങ്ങളൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കല്യാണ ഫംഗ്ഷൻ, അങ്ങനെയുള്ള ഫംഗ്ഷനും അതിൻ്റെ ഫുഡും കാര്യങ്ങളും ചടങ്ങുകളൊക്കെ നമ്മുടെ ചാനലിലൂടെ മറ്റുള്ളവർ കാണണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ സ്ഥലത്ത് വന്ന് നമ്മൾ ആ വീഡിയോസ് കവർ ചെയ്ത് അതിൻ്റെ ഫുഡും കാര്യങ്ങളും നിങ്ങളുടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് ഒരു പുതിയൊരു വ്യത്യസ്തമായ ഒരു അനുഭവം നമ്മുടെ കാഴ്ചക്കാർക്ക് കൊടുക്കണം എന്ന ആഗ്രഹത്തിലൂടെയാണ് ഇങ്ങനൊരു സെഗ്മെൻറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വന്ന് കവർ ചെയ്യും. പിന്നെ നിങ്ങളടുത്തുള്ള നല്ല നല്ല ഫുഡ് സ്പോട്ടുകൾ അതും നമ്മളോട് കമൻ്റായിട്ടോ വാട്സപ്പ് വഴി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല സ്ഥലമാണെങ്കിൽ നമ്മൾ അവിടെ വന്ന് ചെയ്യും. നിങ്ങളുമായിട്ട് ഒരുമിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതുകൂടാതെ നിങ്ങളുടെ വീടുകളിൽ നന്നായിട്ട് പാചകം ചെയ്യാനും നന്നായിട്ട് ഭക്ഷണം വെച്ച് വിളമ്പാനും കഴിവുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ പാചക വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിലൂടെ എത്തിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ താല്പര്യമുള്ളവർ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ തന്നെ നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമൻ്റാണെങ്കിലും നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞു ഇരിക്കണമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ഒരു ഐറ്റം കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ തന്നെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ആ സപ്പോർട്ട് വീണ്ടും തുടരുക. നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ആ ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് ഓക്കെ ആക്കി വെച്ച് കൂടെ കൂടുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് മൂത്ത് വരട്ടെ, എന്നിട്ട് അടുത്ത കാര്യങ്ങൾ നോക്കാം. നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുക്കാം. എൻ്റെ കൂട്ടത്തിൽ തന്നെ എടുത്ത് വെക്കണ കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കേ. കഴുകി ഇരിക്കുന്ന കറിവേപ്പിലാണ് അത് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് 2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഉണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടുണ്ടേ മഞ്ഞൾപ്പൊടി നമ്മൾ ഇളക്കിയിട്ടുണ്ട്. നല്ലോണം ഫ്രൈ ആവണം. അതിൻ്റെ ജലാംശമൊക്കെ വെട്ടി ഇതായി ഒരു സൗണ്ട് കാണും. അതിനത് കുറേ നാൾ ഇരിക്കേണ്ടതാണ്. ഇതിപ്പോൾ ഗൾഫിലേക്ക് പോകണ്ട. അപ്പം അവരത് കുറച്ച് നാൾ വെച്ചാലും ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയില്ലെങ്കിലും അവിടെ ഒരു കേടാവാതിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നല്ല ഫ്രൈ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. 2 കിലോ ചിക്കന് വേണ്ടിയിട്ട് നമ്മളൊരു
100-125 ഗ്രാം കാശ്മീരി മുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. അതായത് ഈ ടീസ്പൂണിലൊരു 12 ടീസ്പൂൺ വരും. ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഓണത്തിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട്, അതെല്ലാം എല്ലാവരും കാണണം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി കാശ്മീരി മുളക് പൊടിയുടെ നല്ലപോലെ ഇളക്കണം. നല്ലപോലെ ഇളക്കി ആ മുളക് പൊടിയുടെ പച്ചക്കുത്തൊക്കെ അങ്ങ് പോകണം. ഇതൊക്കെയായിട്ടൊന്ന് യോജിച്ച് വേണം. എണ്ണ ആവശ്യമാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് എണ്ണ കൂടെ വേണം എന്തായാലും, അത് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മുപ്പത് മുതൽ 40 ഗ്രാം വരെ ചേർക്കാം. നമുക്കൊരു 30 ഗ്രാം കായം നമ്മളിപ്പോൾ ചേർക്കുന്നുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. പിന്നെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കേ. നമുക്ക് ആവശ്യം അതിനകത്തേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മളൊരു 1.5 സ്പൂൺ ഉപ്പ് ചിക്കൻ വറുത്തപ്പോൾ ചേർത്താണ്. അപ്പോൾ നമുക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നോക്കിയിട്ട് ചേർക്കാം. നമ്മൾ 1 സ്പൂൺ ചേർത്തിട്ട് ഇനി ഇളക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. മതിയാവും. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇവിടെ. രണ്ട് കിലോയിലേക്ക് ഒരു 5 ടീസ്പൂൺ പഞ്ചസാര ചേർക്കണം. 1 2 3 4 5 ഇവനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒന്ന് ഇളക്കി. ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഗൾഫിൽ പോയിട്ട് കുറച്ചാൾ ഇരിക്കേണ്ടതാണ്. അപ്പം നമുക്ക് ചെയ്യാവുന്ന സേഫ്റ്റി നല്ലോണം എണ്ണയൊക്കെ വെച്ച് ഒരു സാധനം കുറയ്ക്കാതെ ക്വാളിറ്റി ഉള്ള സാധനം ഉപയോഗിച്ച് ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ മറ്റുള്ള കമ്പനിക്കാരോ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഐറ്റംസ് പോലെ കെമിക്കൽ ചേർത്ത് സൂക്ഷിച്ച് വയ്ക്കുക, ആ പരിപാടിയൊന്നും നമുക്ക് പോലെ ശരിയാവില്ല. അപ്പോൾ അതാ നമ്മുടെ ഗൾഫിലേക്ക് പോകാനുള്ള ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലും കാര്യങ്ങളും ഇപ്പോൾ വരുന്നുണ്ട്. ശകലം ഒരു കായപ്പൊടിയുടെ കുറവുണ്ട് എനിക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് നമുക്കത് കാണുമ്പോൾ തന്നെ പറയാൻ പറ്റുന്നത്, സ്മെല്ല് നോക്കി പറയാൻ പറ്റുന്നത്. ഈ സമയത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഗ്രേവിയൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഒരുപാട് ഗ്രേവി ആയിക്കഴിഞ്ഞാലും ഒരു പറ്റിക്കലായി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു വലിയൊരു ലെവലിലാണ് നമ്മൾ ഗ്രേവി ചെയ്യാറ് അച്ചാറിന്. കാരണം അച്ചാറിന് കുറേ ഗ്രേവി കുറച്ച് കഷ്ണം കൊടുത്തിട്ട് നമ്മൾ പൈസ മേടിച്ചിട്ട് കാര്യമില്ല.
ഇതിപ്പോൾ ആവശ്യത്തിന് ഗ്രേവിയും കഷ്ണങ്ങളും എല്ലാം കറക്റ്റായിട്ടുണ്ട്. നല്ല കളറും. അച്ചാറുകളൊക്കെ ചെയ്യുമ്പോൾ കൂടുതലും കാശ്മീരി മുളക് മാത്രം ഉപയോഗിച്ച് ചെയ്യുക. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും വറ്റൽമുളകും. ഇനി മുളക് പൊടി ചേർക്കണം എന്നുള്ളവർ കുറച്ച് കഷ്ടിയിൽ ചേർത്താലും നല്ല ടേസ്റ്റ് കിട്ടും. ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന സാധനമാണ് ഈ കാശ്മീരി മുളക്. നല്ല മുളക് മേടിച്ച് പൊടിച്ച് അത് യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതെ നമ്മുടെ അച്ചാർ, ചിക്കൻ അച്ചാർ, ഇതാണ് നമ്മുടെ ചിക്കൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ട് വന്നത്. നല്ല കട്ടി ഗ്രേവി. സാധാരണ പോലെ ഈ വിനാഗിരിയും വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ 6 കഷ്ണവും ഗ്രേവി 600 മില്ലി അങ്ങനെയുള്ള സെറ്റപ്പല്ല. നമ്മൾ കറക്റ്റ് പാകത്തിനുള്ള ഗ്രേവി ഉള്ളൂ. നമുക്ക് ഇത്തിരി ചോറിൽ കുഴച്ച് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രേവി ഇത്രയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ലെവലിലാണ് ചെയ്തു കൊടുക്കുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.